ഞാൻ എൻ്റെ ചേച്ചിയുടെ കൂടെയാണ്. ഇല്ല, സർട്ടിഫിക്കറ്റ് വാങ്ങാൻ ഞാൻ വരും. ഇവിടെ ഒരു മരണം ഉണ്ടായിരുന്നു. ചേച്ചിയുടെ മദറിൻലോ സുഖമില്ലാണ്ട് മരിച്ചതാ. എടി ഞാനിപ്പോ വിളിക്കാവേ. ദീന, നിനക്ക് എന്താടാ? നീ പോടാ അമ്പലമണി. പോത്ത് പോലെ വളർന്നിട്ടും അമ്മയുടെ കയ്യിൽ നിന്ന് തല്ല് വാങ്ങി നടക്കുന്നതല്ലേ നീ? മര്യാദക്ക് സംസാരിച്ചോട്ടാ, എല്ലാത്തിനും ലിമിറ്റ് ഉണ്ട്. അതന്നെ എനിക്കും പറയാനുള്ളത്. നീ പോടാ അമ്പലമണി. എന്താ ഇവിടെ നടക്കണത്? എന്താ കാര്യം? മമ്മി ഇവിടെ കുറെ നേരം തുടങ്ങിയിട്ട്. എന്താടി നിന്റെ പ്രശ്നം? ചോദിച്ചു കേട്ടില്ലേ എന്താ പ്രശ്നം? എനിക്കൊരു പ്രശ്നമില്ല. നിങ്ങളുടെ മോനോട് പറയണം എന്നെ കയറി എടി പൊടിന്ന് വിളിക്കരുതെന്ന്. വിളിച്ച ഞാനും തിരിച്ചു വിളിക്കും. അർജുൻ, ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ കൾച്ചർ ഇല്ലാത്തവരോട് സംസാരിക്കാൻ പോകലൂന്ന്? കൾച്ചർ ഇല്ലാത്തവളെന്നാ? പിന്നെ നിങ്ങൾക്ക് ഭയങ്കര കൾച്ചറാണല്ലോ. എല്ലാരും നോക്കി നിൽക്കെ പന പോലെ വളർന്ന് ഇവനെ തല്ലിയ നിങ്ങൾക്ക് ഭയങ്കര കൾച്ചറാണ്. എടാ, നീ ഇവരുടെ അമ്പലമണി തന്നെയാ. ഇവർക്ക് എപ്പോഴൊക്കെ അടിക്കാൻ തോന്നുന്നോ അപ്പോഴൊക്കെ അടിക്കും. നിന്റെ വിധി നീ സഹിച്ചോ. അതിന് എന്റെ മെക്കിട്ടെങ്ങാനും കേറാൻ വന്നാ എനിക്ക് വായി തോന്നിയതൊക്കെ ഞാൻ പറയും. പിന്നെ പറഞ്ഞില്ല എന്ന് രണ്ടാളും പറയരുത്. ഞാൻ എന്റെ മോനെ തല്ലും കൊല്ലും. അത് ചോദിക്കാൻ നീ ആരടി? പിന്നെ നീയും നിന്റെ ചേച്ചിയും കൂടെ എന്നെ വെല്ലുവിളിക്കുന്നുണ്ടല്ലോ. അതിന്റെ ഭവിഷ്യത്ത് എന്താന്ന് നിങ്ങൾ അറിയാൻ പോകുന്നതേ ഉള്ളൂ. നിങ്ങൾ എന്താന്ന് വെച്ചാ ചെയ്യും. ജോലി കളയുന്നോ പേടിപ്പിക്കുന്നോ ഒക്കെ പറയുന്നുണ്ടല്ലോ, അങ്ങ് ചെയ്യ്. ചെയ്യൂടി. നീ കാണാൻ പോകുന്നേ ഉള്ളൂ ഈ മായാവതി ആരാണ്. അർജുൻ, നിന്റെ കാര്യം നോക്കി പോയേ. അമ്പലമണി, ഒറ്റയടിക്ക് ജോലി കളയണ്ട. അവളെ പേടിക്കണം. എന്തു വേണമെന്ന് വെച്ചാൽ ചെയ്തോളൂ. പേടിച്ച് മറ്റു വഴിയില്ലാതെ അവൾ എൻ്റെ മുന്നിൽ വന്ന് കരയണം, കരഞ്ഞ് യാചിക്കണം. ഒരു ദിവസം പോലും സമാധാനമായി അവൾ ജോലി ചെയ്യരുത്. നിങ്ങൾക്ക് എന്തു വേണമെങ്കിലും ഞാൻ തരും, എന്തും. അറിയാലോ, ഇത് എൻ്റെ അഭിമാനത്തിന്റെ പ്രശ്നം. കിഷോർ, എനിക്ക് തലക്ക് ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. എങ്ങനെയാണോ എന്തോ എന്റെ ചേച്ചി ഇവിടെ ജീവിച്ചിരുന്നത്. എല്ലാരും കൂടി എന്റെ ചേച്ചിയെ പന്ത് തട്ടുന്നവർ തട്ടിക്കാണോ? അങ്ങനെ ഒന്നുമില്ല. ഇത് നിനക്ക് പണ്ട് മുതലുള്ള പ്രശ്നമാണ്. എന്തെങ്കിലും ഒരു ചെറിയ കാര്യം കിട്ടിയാൽ മതി, അതിനാലോചിച്ച് പെരുപ്പിച്ച് വലിയൊരു കാര്യമായിട്ട് മാറ്റും. നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട. എന്ത് വേണോന്ന് എനിക്കറിയാം. നീ ആരെയാ വിളിച്ചത്? അറിഞ്ഞിട്ടെന്താ? പറ. ആമനിയുടെ ഓഫീസിലെ ഹെഡിന്. എന്തിന്? അവള് സമാധാനമായിട്ട് ജോലി ചെയ്യുന്ന എനിക്കൊന്ന് കാണണം. അയാള് കൊടുക്കുന്ന ടോർച്ചറിലെ ആവണി ഇറങ്ങി അങ്ങ് ഓടും. അവക്ക് തിരിച്ചൊന്നും പറയാൻ പറ്റില്ല, കാരണം അവൾ പ്രൊബേഷൻ പീരീഡിലാണ്. സസ്പെൻഷനും എൻക്വയറി ഒന്നും ഉണ്ടാവില്ല, ഡയറക്റ്റ് ഡിസ്മിസിലായിരിക്കും. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? ഐഡിയ ഒക്കെ കൊള്ളാം. ഞാൻ കാര്യം ചോദിക്കട്ടെ? എന്താണാവോ? യശോദമ്മയ്ക്ക് ആവണി ഇഷ്ടമില്ലായിരുന്നു. ഓക്കെ, സമ്മതിച്ചു. ആവണി യശോദമ്മയെ ദ്രോഹിച്ചു എന്ന് നീ വിശ്വസിക്കുന്നു, അതും സമ്മതിച്ചു. പക്ഷെ ആവണിയുടെ വയറ്റിൽ വളരുന്നത് ഈ വീട്ടിലെ കുഞ്ഞല്ലേ, മാളിയേക്കൽ തറവാട്ടിലെ കുഞ്ഞല്ലേ. അപ്പൊ അതിനോട് നിനക്ക് യാതൊരു ഇഷ്ടമില്ലേ?
ആ കുഞ്ഞിനെയും ദ്രോഹിക്കണം. ആവണിയെ നീ ഓരോ വട്ടം ദ്രോഹിക്കണം, അത് ആ കുഞ്ഞിനെയും ബാധിക്കും. അല്ലെ, ഇനിയും നിനക്ക് ആവണിയെ ദ്രോഹിക്കണം എന്നുണ്ടെങ്കിൽ ആയിക്കോ, ഞാൻ വേണ്ടെന്ന് പറയുന്നില്ല. പക്ഷെ ഒന്ന് ചിന്തിക്കേ.